ഇതിനിടയ്ക്ക് PR ഏജൻസി വിവാദത്തിൽ പ്രതിരോധത്തിലായി സർക്കാരും CPIM-ഉം. എക്സ്ക്ലൂസീവ് അഭിമുഖ വിവാദം PR ഏജൻസിയുടെ തലയിൽ വെക്കാനുള്ള സർക്കാർ നീക്കം പാളി. ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം എന്ന് വ്യക്തമായി. കൂടിക്കാഴ്ചയിൽ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നു എന്ന് PR ഏജൻസി ജീവനക്കാർ 24-നോട് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് മകനോടോ മുഖ്യമന്ത്രിയോടോ ചോദിക്കണമെന്നായിരുന്നു TK ദേവകുമാറിന്റെ പ്രതികരണം. പാൻ ഇന്ത്യൻ PR ഏജൻസി വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തിന് അഭിമുഖം നൽകിയെന്ന ചോദ്യം രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മലപ്പുറം വിവാദമൊതുക്കാൻ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് തിരിഞ്ഞുകൊത്തി. കെയ്സൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയതെന്നും ഏജൻസിയുടെ 2 പ്രതിനിധികൾ അഭിമുഖ സമയം ഒപ്പമുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിവരമെന്ന നിലയ്ക്ക് ഇവരാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നും ഹിന്ദു പത്രാധിപർ വിശദീകരിച്ചു. ഏജൻസിയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരാൾ CEO വിനീത് ഹാണ്ടയാണ്. രണ്ടാമൻ കമ്പനി തന്നെ വിശദീകരിക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സുബ്രഹ്മണ്യമാണെന്ന്. ആരാണ് ഈ സുബ്രഹ്മണ്യം? വിവാദ അഭിമുഖം നടന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം മുറിക്കുള്ളിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യം CPM-ന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം അഥവാ സുബ്ബുദേവാണ്. 2023 വരെ സുബ്രഹ്മണ്യം മറ്റൊരു PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സീനിയർ മാനേജറാണ്. അഭിമുഖ സമയത്തെ സാന്നിധ്യം നിഷേധിക്കാതിരുന്ന സുബ്രഹ്മണ്യം കെയ്സൺ ഗ്ലോബലുമായി തനിക്ക് ബന്ധമില്ലെന്ന് വിശദീകരിച്ചു. തന്നെ വിവാദങ്ങളിൽ വലിച്ചിഴക്കരുതെന്ന് മുൻ MLA TK ദേവകുമാറും പ്രതികരിച്ചു. വിവാദാഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടലിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.